കൂട്ടുകാരെ, കഴിഞ്ഞ വീഡിയോയിൽ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. പർച്ചേസ് അറ്റ് 18%. ഇതിന്റെ ജേണൽ എൻട്രി എന്താണ് എന്നുള്ളത്. ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ ജേണൽ എൻട്രി പറയുന്നതിന് മുന്നേ പർച്ചേസ് അറ്റ് 18%, ഈ 18% എന്താണ് ഉദ്ദേശിക്കുന്നത്? ഇവിടെ 18% ഉദ്ദേശിക്കുന്നത് നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കുന്ന ടാക്സ് ആണ്. ഓക്കെ, ആ ടാക്സിനെയാണ് 18% കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ 18% എന്ത് തരത്തിലുള്ള ടാക്സ് ആണ്? 18% എന്ന് പറയുന്നത് GST ആണ്. നമ്മൾ സാധനങ്ങൾ വാങ്ങുകയും വിൽക്കുകയും ചെയ്യുമ്പോൾ നമ്മൾ സർക്കാരിലേക്ക് അടയ്ക്കേണ്ട ടാക്സിന്റെ പൊതുവായി പറയുന്ന ഒരു പേരാണ് GST എന്ന് പറയുന്നത്. അപ്പോൾ GSTയെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. ഒരു സ്റ്റേറ്റിനുള്ളിൽ തന്നെ നടക്കുന്ന ട്രാൻസാക്ഷന് കൊടുക്കുന്ന ടാക്സ് അല്ലെങ്കിൽ GST, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്ക് ട്രാൻസാക്ഷൻസ് നടക്കുമ്പോൾ ഉണ്ടാവുന്ന GST. ഓക്കെ, ഇനി ഒരു സ്റ്റേറ്റിനകത്ത് തന്നെയാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നത് എങ്കിൽ, ഉദാഹരണം നമ്മുടെ കേരളത്തിന് അകത്ത് തന്നെയാണ് സെല്ലറും ബയ്യറും ഉള്ളതെങ്കിൽ, അല്ലെങ്കിൽ സപ്ലയറും റെസിപ്പിയന്റും കേരളത്തിനുള്ളിൽ തന്നെയാണ് ഉള്ളതെങ്കിൽ, അവിടെ നമ്മൾ പർച്ചേസ് നടത്തുമ്പോൾ കൊടുക്കേണ്ട ടാക്സ് CGSTയും SGST ആണ്. അപ്പോൾ ഈ ഒരു ട്രാൻസാക്ഷനെ നമുക്ക് ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ, ഇൻട്രാ ട്രേഡ് ട്രാൻസാക്ഷൻ എന്ന് പറയാം. ഇനി അതല്ല, ഒരു സ്റ്റേറ്റിൽ നിന്ന് മറ്റൊരു സ്റ്റേറ്റിലേക്കാണ് ട്രാൻസാക്ഷൻസ് നടക്കുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണ് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ. അവിടെ നമ്മൾ കൊടുക്കുന്ന ടാക്സ് IGST ആയിരിക്കും. അപ്പോൾ എൻ്റെ ചോദ്യത്തിനുള്ള ഉത്തരം നമുക്ക് നോക്കാം. പർച്ചേസ് അറ്റ് 18%, ഇത് കേരളത്തിനകത്ത് തന്നെയാണ് നടക്കുന്നത്, ഒരു ഇൻട്രാ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ് എങ്കിൽ ഇതിന്റെ ജേണൽ എൻട്രി പർച്ചേസ് അക്കൗണ്ട് ഡെറ്റോ എമൗണ്ട് CGST എത്രയാണ്? 18% എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 18%ന്റെ 50%, അതായത് 9% CGST അക്കൗണ്ട് ഡെറ്റോർ 9% വരും. SGST അക്കൗണ്ട് ഡെറ്റോർ 9% വരും. ടു നമ്മൾ ക്യാഷ് കൊടുത്താണ് പർച്ചേസ് ചെയ്യുന്നതെങ്കിൽ ടു ക്യാഷ്, അല്ലെങ്കിൽ ബാങ്ക് വഴിയാണെങ്കിൽ ടു ബാങ്ക്. അതല്ല, ഇനി ക്രെഡിറ്റിനാണെങ്കിലോ ടു സപ്ലയർ. ആരുടെ കയ്യിൽ നിന്നാണോ വാങ്ങുന്നത് അയാളുടെ പേര്. അപ്പം ടോട്ടലായിട്ട് പറഞ്ഞാൽ പർച്ചേസ് അക്കൗണ്ട് ഡെറ്റോർ, CGST അക്കൗണ്ട് ഡെറ്റോർ, SGST അക്കൗണ്ട് ഡെറ്റോർ ടു ക്യാഷ് ഓർ ബാങ്ക് ഓർ സപ്ലയർ. ഇൻഫർമേഷൻ പ്രയോജനകരമായി എന്ന് വിചാരിക്കുന്നു. ഒരു ലൈക്കും കൂടെ തന്നേരെ. ഓക്കെ.